നമ്മളെ കളിയാക്കിയവരോടും പുച്ഛിച്ചവരോടും പരിഹസിച്ചവരോടൊക്കെ ചെന്ന് പറഞ്ഞേരെ ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. തിയേറ്ററിൽ നിന്ന് കത്തുന്ന കണ്ടുണ്ടോ? നിന്ന് കുലുങ്ങുന്ന കണ്ടുണ്ടോ? നേരെ പൊക്കോ, തുടരും. തരുൺമൂർത്തി കത്തിച്ചു, ലാലേട്ടൻ കുലുക്കി. എൻ്റെ പൊന്ന് ഗൈസ്, ഹെവി കൊല്ലി എന്ന് പറയാൻ പറ്റും. ഒപ്പത്തിനും ദൃശ്യത്തിനൊക്കെ ശേഷം ലാലേട്ടൻ്റെ പക്ക പെർഫോമൻസ്, പീക്ക് പടം. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ ഈ വർഷം വെറുതെ ഇപ്പോൾ അമ്മാതിരിയായിട്ടാണ് പടച്ചു വിട്ടിരിക്കുന്നത്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലം, പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്തത്ര കിടിലം. ലാലേട്ടൻ, തരുൺമൂർത്തി, ഒന്നും പോരാത്തതിന് ജെയ്ക്സ് ബിജോയുടെ സ്കോറ്, എൻ്റെ മോനെ പടത്തിന് എലിവേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. രോമാഞ്ചം. പിന്നെ എടുത്തു പറയേണ്ടത് പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. ആരോ എവിടെയോ പറഞ്ഞു വെച്ച പോലെ നാം പേസക്കൂടാതെ നമ്മ പടം താൻ പേസണം. അതാണ് തുടരുമെന്ന് പറയുന്നത്. തള്ളിമറിക്കലില്ല, ഹൈപ്പുകളില്ല, ഒന്നുമില്ല. പടം 2.25 മണിക്കൂർ ലാലേട്ടൻ അങ്ങ് നിറഞ്ഞു നിൽക്കുവാണ്. എന്താ ഒരു ഇത്, അടിപൊളിയായിട്ടുണ്ട്. ഉറപ്പായിട്ടും മസ്റ്റ് വാച്ച് കാണാൻ പറ്റുന്ന പടമാണ്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തുന്നൊരു പടമാണ് തുടരുമെന്ന് പറയുന്നത്. പടത്തിൻ്റെ ഏറ്റവും അവസാനം മോഹൻലാൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബാക്ക് ഷോട്ടിൽ ഒരു സാധനം എഴുതി കാണിക്കും, മോഹൻലാൽ. അത് കഴിഞ്ഞിട്ട് തുടരും. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മോഹൻലാൽ ഇനിയും മലയാളത്തിൽ തുടരും. എത്ര താഴ്ന്നു പോയാലും അയാൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. മോഹൻലാൽ തുടരും.